ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അബീസ് വ്ലോഗ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം റൈസ് ഓഫ് എ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു കണ്ടന്റാണ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റാരെയും കുറിച്ചുമല്ല, ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടറെ കുറിച്ചാണ്. അതായത് 2024 ഡിസംബർ 20 ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു സിനിമയുടെ റിലീസ്, അതായത് മാർക്കോ എന്ന് പറഞ്ഞ മൂവിയുടെ റിലീസ് മാത്രമല്ല, ഒരു പുതിയ സൂപ്പർ സ്റ്റാറിൻ്റെ ഉദയം കൂടിയാണ്. അത് പറയാനുണ്ടായ കാരണം, അതായത് നമുക്കറിയാം ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടറുടെ കരിയർ, അദ്ദേഹം മൂവീസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം എത്തി നിൽക്കുന്ന ഈ ഒരു ലെവൽ വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മൂവി കരിയറിൽ ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ എന്ന് പറയാനായിട്ട് മല്ലു സിംഗ് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതായത് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്, ഇമോഷൻസ്, ആ ഒരു പാറ്റേൺ ഓഫ് കാര്യങ്ങൾ എല്ലാം തന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലെവൽ, ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സൃഷ്ടിച്ചത് ശരിക്കും മല്ലു സിംഗ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ. അതിനുശേഷം പിന്നീട് കരിയറിലുണ്ടായത് പല ഏറ്റക്കുറച്ചിലുകളാണ്. അതായത് പുട്ടുനബീരെ പോലെ ഇടയ്ക്കൊക്കെ ഓരോരോ ഹിറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പലതിനും സാധിക്കാതെ പോയി. അതിനെല്ലാം ശേഷം വന്നാണ് മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ. അത് ഉണ്ടാക്കിയെടുത്തൊരു ഇമ്പാക്റ്റ്, അതായത് ഫാമിലി ഓഡിയൻസിനെ നല്ല രീതിയിൽ തന്നെ അത് കൺവേ ചെയ്തു. അതേപോലെ തന്നെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അതിനെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾക്കും ഒരുപാട് കോൺട്രവേഴ്സീസിനും ഒക്കെ ഇരയാക്കിയിട്ടുണ്ട്. ശരിക്കും അദ്ദേഹം ഒരുപാട് പരിഹാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെയാണ് കടന്നു പോയിട്ടുള്ളത്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാവും ഒരു സിറ്റുവേഷൻ, ഒരു ടൈം, അതൊരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയും. അതിനെല്ലാം ശേഷം ഒരു നല്ല നേരം വരും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും റിയൽ എക്സാമ്പിളാണ് ശരിക്കും ഈ മാർക്കോ എന്ന മൂവിയുടെ റിലീസിന് ശേഷം ഉണ്ടായത്. അതിനെക്കുറിച്ച് കടന്നു വരാം. അതായത് അതിനെക്കുറിച്ച് പറയുമ്പോൾ മാർക്കോ എന്ന് പറയുന്ന മൂവിയുടെ റിലീസിന് തൊട്ട് മുമ്പുള്ള ഒരു ടൈമിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് ഫോക്കസ് ചെയ്ത് പറയാനുള്ളത്. കാരണം ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടർ, അദ്ദേഹം തൻ്റെ അഭിനയ ശൈലിയിലൂടെ കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ പലർക്കും പലതായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പം മാസ് ഡയലോഗ്സ്, എക്സാമ്പിൾ പറയുകയാണ്, മാസ് ഡയലോഗ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അത് അതിൻ്റെ ഇമ്പാക്റ്റിൽ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമില്ല, അതൊരു വലിയൊരു ടാസ്ക്കാണ്. അത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന മാസ് ഡയലോഗ്സ് അതത്ര നല്ല രീതിയിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പം സ്റ്റൈൽ എന്ന് പറഞ്ഞ മൂവി. അതായത് ടോവിനോ വില്ലനായിട്ടും പിന്നെ ഉണ്ണി മുകുന്ദൻ ഹീറോ ആയിട്ടും അഭിനയിച്ചിട്ടുള്ള സ്റ്റൈൽ എന്ന് പറഞ്ഞ മൂവി. അതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, കുറച്ച് മാസ് ഡയലോഗ്സും പുള്ളി അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മളിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അത് ഞാനിപ്പം ഒരു എക്സാമ്പിളായിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. അത് പല ആൾക്കാരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് ഇമോഷണൽ സീൻസ്, അതായത് ഭയങ്കര ഇമോഷണലായിട്ട് അഭിനയിക്കുന്ന സീനുകളൊക്കെ അതിൻ്റെതായ രീതിയിൽ കൺവേ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ, അതായത് മാർക്കോ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം ഈ ഒരു സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ മൂവി കണ്ടു. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു മെയിൻ ബേസിക് റീസൺ എന്ന് പറയുന്നത് മാർക്കോ എന്ന് പറഞ്ഞ മൂവി തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ കടന്നു വരാം. അപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ മൂവി, അതിൽ ഈ ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ, അതായത് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഹെവി ക്യാരക്ടറാണ്. നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഫിസിക്കലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഹെവി സംഭവം മാക്സിമം കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ ആളത് കൺസീവ് ചെയ്യുന്ന രീതി, പിന്നീട് അത് കൺവേ ചെയ്യുന്ന രീതി ഭയങ്കര ഒരു ഇമ്പാക്റ്റുള്ളൊരു കാര്യമാണ്. അതിൻ്റെ 100%ലാണ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഓരോ ഡയലോഗ്സും, ഓരോ സീൻസിൽ ഉണ്ടാകുന്ന ഡയലോഗ്സ് ശ്രദ്ധിച്ചാൽ അറിയാം. അതായത് അദ്ദേഹം പറയുന്നത് മാസ് ഡയലോഗ്സ് ആണ്, അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കൺവേ ആകുന്നുണ്ട്. എന്തിൻ്റെ പേരിലാണോ അദ്ദേഹം ആ ഒരു ട്രോൾ ഏറ്റുവാങ്ങിയത്, എന്തിൻ്റെ പേരിലാണോ അദ്ദേഹത്തെ ഇൻ്റർപ്രറ്റ് ചെയ്തത്, അതേ നാണയത്തിൽ തന്നെയാണ് അദ്ദേഹം തിരിച്ചടിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികളാണ്, ചെറിയ ചെറിയ ഡയലോഗ്സാണ് പറയുന്നത്, പക്ഷെ അതിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നമുക്കൊരു ഗൂസ് ബംസ് അല്ലെങ്കിൽ ഒരു മാസ് ഫീലിംഗ് ശരിക്കും അതിനകത്ത് നമുക്ക്
കാണാനായിട്ട് സാധിക്കും. പിന്നെ പറയാനുള്ളൊരു വലിയൊരു സംഭവമാണ് ഇമോഷണൽ സീൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം ഇമോഷണൽ സീൻസ് വരുന്നത് ഒട്ടും തന്നെ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ സംഭവം തന്നെ നേരെ തിരിച്ചാണ് ഇദ്ദേഹം ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ഓരോ ഇമോഷണൽ സീൻസാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പം ഒരിക്കലും മൂവി സ്പോയിലറൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ എല്ലാവരും സിനിമ കാണുമ്പോൾ തന്നെ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അദ്ദേഹത്തെ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എല്ലാവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. ആ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നിടം വരെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് അതിനെ കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ഹാർഡ് വർക്കും എഫേർട്ടും ഒന്നും തന്നെ കൈവിടാതെ നെവർ എവർ ഗീവ് അപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, അതിൻ്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു എക്സാമ്പിളായിട്ട് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ജോർജ് ജോർജിന് ജോസഫ് എന്ന് പറഞ്ഞ മൂവി ഉണ്ടാക്കി കൊടുത്തൊരു ഇമ്പാക്റ്റ്, അതുവരെ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഫിലിം കരിയറിൽ ഈ ഒരു മൂവി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. അതുപോലെ നമ്മുടെ സുരാജ് ഏട്ടന് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ മൂവി, അത് എത്രത്തോളം വലിയൊരു ചേഞ്ചാണ് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. അതുപോലെയൊക്കെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ മാർക്കോ എന്ന് പറഞ്ഞ മൂവി. ഒരിക്കൽ പൃഥ്വിരാജിനോട് KGF എന്ന് പറയുന്നൊരു മൂവി മലയാളത്തിലേക്ക് ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും അതിലെ നടൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം ഉണ്ണിമൂന്തൻ എന്നാണ്. പക്ഷെ അന്ന് എല്ലാവരും പല ആൾക്കാരും അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ എല്ലാം ഉള്ള ഉത്തരവാണ് ഇന്ന് മാർക്കോ എന്ന് പറയുന്ന മൂവിയുടെ റിലീസിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും മോളിവുഡിലൊരു റോക്കി ബായ് ഉണ്ടെങ്കിൽ അത് ഉണ്ണിമൂന്തൻ തന്നെയാണ്. അത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം മാർക്കോ എന്ന് പറഞ്ഞ മൂവിയിൽ അത് കണ്ടതിന് ശേഷം എല്ലാവർക്കും അത് കുറച്ചും കൂടി വ്യക്തമാവും. പിന്നീട് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ, ഈ ഒരു സിനിമയുടെ റിവ്യൂയിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും അറിയാം ഇതൊരു റേറ്റഡ് മൂവിയാണ്. പക്ഷേ ആ വയലൻസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെ എടുത്തു വെച്ചിട്ട് അത് എങ്ങനെയാണോ അവർ ആ ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നല്ല രീതിയിൽ തന്നെ അവരിത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു തിരിച്ചുവരവ് എന്ന് പറയേണ്ടി വരുന്നൊരു സംഭവമുണ്ട്. ഹനീഫ് അദേനി എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള 2 സിനിമകളും അറിയാം, മികായലും പിന്നീട് ബോസ് ആൻഡ് കോയുമാണ്. അത് രണ്ടും ഫ്ലോപ്പായിരുന്നു. അത് അദ്ദേഹത്തിനുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ കരിയർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനോടൊപ്പം തന്നെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പ്രോബ്ലംസ് വളരെ വലുതായിരുന്നു. പക്ഷെ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു മറുപടിയാണ് ഈ പറയുന്ന മാർക്കോ എന്ന് പറഞ്ഞ മൂവിയിലൂടെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അത് അദ്ദേഹം ചെയ്തു വെച്ച മികാർ എന്ന മൂവിയുടെ അതേ ക്യാരക്ടറിനെ ഒന്ന് റീപ്ലാന്റ് ചെയ്ത് വളരെ മനോഹരമാക്കി അദ്ദേഹം തന്നെയാണ് അത് റൈറ്റ് ചെയ്തു, ഡയറക്റ്റ് ചെയ്തു. അപ്പം ആ 2 കാര്യങ്ങളിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട്, ചെയ്തിട്ടുള്ള ആ ഒരു രീതി, അത് ഭയങ്കര വലുതാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ മൂവിയിലെ ഓരോ ഫ്രെയിംസും ഓരോരോ കാര്യങ്ങളും നമുക്കറിയാം. അതിൻ്റെ ആ ഒരു പ്രീമിയം, ആ ഒരു റിച്ച്നെസ് ഭയങ്കരമായിട്ട് അത് കാണിക്കുന്നുണ്ട്. അത് പറയുമ്പോഴാണ് എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളത് ആരാണെങ്കിലും ഹാറ്റ്സ് ഓഫ്. കാരണം കോസ്റ്റ്യൂംസ് എല്ലാം തന്നെ ആ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ്, ആ ഒരു റിച്ച്നെസ് നമുക്ക് അതിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ യൂസ് ചെയ്തിട്ടുള്ള കാർസ് എല്ലാം പ്രീമിയം കാർസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡിഫൻഡർ, BMW, G-Wagon എന്ന് അങ്ങനെ എല്ലാം ആ ഒരു റിച്ച്നെസ്, ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് സിങ്ക് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് തന്നെ എടുത്തു പറയാം. പിന്നെ BGM അറിയാം, BGM ചെയ്തിട്ടുള്ളത് രവി ബസൂറാണ്. KGF കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. അത് മോളിവുഡിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശനം വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. എനിവേ, താങ്ക് യു, ബൈ.